ചിത്ര, ചതിയനാ നിന്റെ ഈ ഏട്ടൻ. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ. എന്തൊരു നാണക്കേടാ ഇത്. ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നു നിന്റെ ഏട്ടൻ. എന്തൊക്കെ വൃത്തികേടുകൾ അയാള് ചെയ്തു കൂട്ടിയത്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും നീ അറിയാതെ പോയല്ലോ ചിത്ര. ഞാൻ ഇങ്ങനെ അറിയാനോ താരച്ചി? അവര് തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കാമെന്നല്ലേ ഞാൻ കരുതിയത്. ഏട്ടന്റെ ജീവിതത്തിൽ പണ്ടും ഇതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇതുപോലത്തെ നാണക്കേടുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഡികെയുടെ മുന്നിൽ ഇനി ഞാൻ എങ്ങനെ ചെല്ലും? എന്റെ അഭിമാനം പോയെന്ന് പറഞ്ഞാ മതിയല്ലോ താരച്ചി. അവിനാശ് ചെയ്ത തെറ്റിന് നിന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും ആ ജ്യോതിയുടെ അനിയത്തിയുമായി നിന്റെ ഏട്ടന് ഇങ്ങനൊരു ബന്ധം ഉണ്ടാവുന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? പണ്ടൊരിക്കല് നമ്മൾ അവിടെ ചെന്നപ്പോ ഒരു ഫോട്ടോ കിട്ടിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അന്നാ തന്നെ ജ്യോതിയെ നമ്മൾ സംശയിച്ചത്. പക്ഷെ പ്രതി അവളുടെ അനിയത്തിയായിരുന്നു ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായേ? ചേച്ചിയെ പോലെ തന്നെ അനിയത്തി. ആളുകളെ കറക്കിയെടുക്കാനും വളച്ചെടുക്കാനും മിടിക്കും. ചുമ്മാതല്ല അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നിന്നത്. ഇനി അവളെ ഈ വീട്ടിനകത്ത് കയറ്റരുത്. ഡിക്ക് അവളുടെ കല്യാണം ആഘോഷമായിട്ട് നടത്താൻ പോവാണെന്നല്ലേ പറഞ്ഞു കേട്ടത്. നടത്തട്ടെ. അങ്ങനെയെങ്കിലും ശല്യം ഒന്ന് ഒഴിയട്ടെ. സൂര്യ എന്തൊക്കെ ദുഷ്ടതരങ്ങളായിട്ട് അവളോട് ചെയ്തത്. അതൊക്കെ ഓർക്കുമ്പോ എന്റെ ഏട്ടനാണെങ്കിലും എനിക്കത് കൊല്ലാൻ തോന്നുന്നു. സൂക്ഷിക്കണം ചിത്ര. അത്ര വേഗത്തിലൊന്നും എല്ലാം മറക്കുന്ന ആളല്ല നിന്റെ ഏട്ടൻ. ഡികെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിച്ചേന് സൂര്യയോട് ഒരു പക്ഷേ പകരം വീട്ടിയെന്ന് വരാം. അവളുടെ ജീവനും അപകടത്തില്ല. ഞാനിനി എങ്ങനെ ഈ വീട്ടിലുള്ളവരുടെ മുഖത്ത് നോക്കും? എല്ലാം പോട്ടെ, ആ ജ്യോതി ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? ആരുടെ മുഖത്ത് നോക്കുന്നതല്ല ചിത്ര ഇവിടുത്തെ പ്രശ്നം. സൂര്യയുടെ ജീവൻ സംരക്ഷിക്കല. ഇത്രയും കാലം നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഈ വീടിന്റെ മുകളിൽ നിന്ന് സൂര്യ താഴെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയവന് അവളെ ചതിച്ചു കൊല്ലാൻ ഇനിയും മനസ്സ് കാണും. അതുകൊണ്ട് അവളുടെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. അങ്ങനെ എന്തേലും സംഭവിച്ച അയാളെ ഞാൻ തന്നെ കൊല്ലും. ഒരു വയറ്റിൽ നിന്ന് വന്നതാണെന്ന് ഒരു പരിഗണന അയാൾക്ക് ഞാൻ കൊടുക്കില്ല. വൃത്തികെട്ട ശവം. ഹിറ്റ്ലറെ, ഹിറ്റ്ലർ നിക്ക്. അതെ, നിങ്ങൾ പോകുന്ന വഴിക്ക് എന്നെ ക്ഷേത്രത്തിലൊന്ന് വിട്ടേക്കണേ. ഞാൻ ആ വഴിയല്ല. ആ വഴി വന്നാൽ എന്തൊക്കെ കുഴപ്പം? എനിക്ക് ആ വഴി പോകേണ്ട ആവശ്യമില്ല. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി വഴി ഇത്തിരി മാറ്റി വിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആർക്കു വേണ്ടിയും ഞാൻ എന്റെ വഴി മാറ്റി വിടാറില്ല. നിക്ക് നിക്ക് നിക്ക്. പിന്നെ ഞാൻ എങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നേ? ഭാര്യയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോവുകയും വരികയും ചെയ്യേണ്ടതൊക്കെ ഭർത്താവിന്റെ കടമയല്ലേ? ഈ എന്നാ ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നേ? എനിക്കിനി അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ ഒന്നുകിൽ വേറെ വണ്ടി എടുത്ത് പോകണം, അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചു പോകണം. അതും അല്ലെങ്കിൽ നടന്നു പോയാലും മതി. നടന്നു പോവാനോ? ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നെ നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. ഞാൻ നിങ്ങളുടെ കൂടെ വരൂ. എനിക്ക് സൗകര്യമില്ല. ഹിറ്റ്ലറെ, എടി, നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഞാൻ ആ വഴിയല്ല പോകുന്നത്. പ്ലീസ് ഡികെ, എന്നെ ഒന്ന് അമ്പലത്തിന്റെ അടുത്ത് ഇറക്കിയിട്ട് നിങ്ങൾക്ക് അതുവഴി ഓഫീസിൽ പോവാലോ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പ്ലീസ്. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ?
നിന്റെ കുട്ടികളിക്ക് കൂട്ടുവെക്കാൻ എന്നെ കിട്ടില്ല. മര്യാദയ്ക്ക് ഇറങ്ങ. എടി ഇറങ്ങാൻ. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ അറിഞ്ഞില്ല. ഇത് വലിയ ശല്യമായല്ലോ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞ. ഇല്ല ഇല്ല ഇല്ല, എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഇറങ്ങില്ല. ഇന്ന് നിങ്ങളുടെ കൂടെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തേക്ക് മാത്രം. ഇനി ഇത് ആവർത്തിക്കരുത്. ഇങ്ങനെ മസിൽ പിടിച്ച് വണ്ടി ഓടിക്കുന്ന എന്തിനാ? എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞൂടെ നിങ്ങൾക്ക്? പിന്നെ വർത്തമാനം പറയാൻ പറ്റിയൊരു സാധനം. എന്നെ സാധനം ഒന്ന് വിളിച്ചോണ്ടല്ലോ. വിളിച്ചാ നീ എന്ത് ചെയ്യും? പൂച്ച പോലെ നിങ്ങളുടെ മുഖം മുഴുവൻ ഞാൻ മാന്തി എടുക്കും, പറഞ്ഞേക്കാം. അല്ലെങ്കിൽ മൃഗങ്ങളുടെ സ്വഭാവം നിനക്കെന്ന് എനിക്കറിയാം. മിണ്ടായിരിക്കും അവിടെ. അല്ല ഹിറ്റ്ലറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഓ, വീണ്ടും തുടങ്ങിയോ? എന്താ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 1 കൊല്ലം കഴിയാറായി. അതിന്? അല്ല, ഇതുവരെ നമ്മള് ഹണിമൂൺ ട്രിപ്പിന് ഒരിടത്തും പോയിട്ടില്ലല്ലോ. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാനും ബീച്ചിലും പാർക്കിലും ഒക്കെ പോവാനും എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നടക്കാത്ത ആഗ്രഹങ്ങൾ സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല. ബീച്ചിലും പാർക്കിലും ഒക്കെ പോണെങ്കിലേ അവിടെ ചെന്നിട്ട് ആരെങ്കിലും കൂട്ടി അങ്ങ് പോയാൽ മതി. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോണം. എന്തോന്നാ ഹിറ്റ്ലറെ നിങ്ങളീ പറയുന്നേ? സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകുന്ന പോലെയാണോ മറ്റുള്ളവരുടെ കൂടെ പോകുന്നേ? നിങ്ങൾ ഇത്രയ്ക്ക് ഡാർക്കായി പോയല്ലോ ഹിറ്റ്ലറെ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതുവരെ ചോദിച്ചു തന്നെ ധാരാളം. ഇനി കൂടുതലൊന്നും എഴുന്നള്ളിക്കണമെന്നില്ല. അല്ല, ഇതല്ലാന്ന്. ഇത് വേറൊരു കാര്യം. എന്ത് കാര്യം? പണ്ട് കല്യാണം കഴിഞ്ഞിട്ട് സുപ്രിയും നിങ്ങളും കൂടി എവിടെയാ ഹണിമൂണിന് പോയത്? ഊട്ടിയിലോ കൊടൈക്കനാലിലോ അതോ വല്ല വിദേശത്തേക്കോ ആയിരുന്നോ? എവിടെയും പോയില്ല. അമരാവതിയിൽ. അവിടെയായിരുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അങ്ങനെയാണെങ്കിലേ ഹിറ്റ്ലറെ, നമുക്ക് നേരെ ഹണിമൂണിന് കാശ്മീരിലേക്ക് പോയാലോ? എന്തേ, കാശ്മീർ കൊള്ളത്തില്ലേ? അവിടെ ആവുമ്പോ ഇടയ്ക്കിടയ്ക്ക് വെടിവെച്ചയും ബോംബ് വീഴുന്ന ശബ്ദവും അതൊക്കെ ഒരു രസമായിരിക്കും. ഇപ്പൊ കാശ്മീർ പഴയ പോലൊന്നുമല്ല. വെടിവെച്ചയും ബോംബേറും ഒക്കെ പണ്ടായിരുന്നു. അല്ല, നിനക്കെന്താ വെടിവെച്ച കേൾക്കാൻ ഇത്ര ആഗ്രഹം? ചുമ്മാ ഒരു പ്രാന്ത്. ഹിറ്റ്ലറെ, ഒന്ന് നിർത്താവോ? ഒന്ന് നിർത്ത്. അവിടെ തന്നെ നിർത്ത്. എന്തിനവിടെ നിർത്താൻ പറഞ്ഞു? അതെ, ആ കടയിലെ നല്ല തേൻമിഠായി കിട്ടും. എനിക്കൊരു തേൻമിഠായി വാങ്ങിച്ചോ? എന്താ നീ പറഞ്ഞു? തേൻമിഠായി. അയ്യോ, തേൻമിഠായി നീ കേട്ടിട്ടില്ല? നല്ല പിങ്ക് കളറില് അകത്ത് തേനൊക്കെ ആയിട്ട്. പിന്നെ നിനക്ക് മിഠായി വാങ്ങി തരലല്ലേ എന്റെ പണി. മര്യാദക്ക് വേണമെങ്കിൽ പോയി വാങ്ങിച്ചോ. അങ്ങനെ പറയല്ലേ ഹിറ്റ്ലറെ. സ്വന്തം ഭർത്താവ് വാങ്ങിക്കൊണ്ട് തരുന്ന കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ ചോദിച്ചേ. പ്ലീസ്
ഒരു തേൻമിഠായി പ്ലീസ്. ഒന്ന് പോയിട്ട് വാ ഹിറ്റ്ലറെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. നീ തെങ്കാശിപ്പട്ടണം സിനിമ എത്ര പ്രാവശ്യം കണ്ടു? അതിൽ ഇതുപോലൊരു സീനുണ്ട്. അപ്പൊ സിനിമയൊക്കെ കാണുമല്ലേ? ഞാനത്ര അരസീനൊന്നുമല്ല. ഞാൻ 5 വട്ടം കണ്ടിട്ടുണ്ടത്. ആ സീൻ ഇപ്പൊ കാണുമ്പോഴും എനിക്ക് രോമാഞ്ചം വരും. പ്ലീസ് ഹിറ്റ്ലർ, ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് വാ പ്ലീസ് 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 പ്ലീസ്. എനിക്ക് സൗകര്യമില്ല. നിനക്ക് വേണമെങ്കിൽ നീ പോയി വാങ്ങിക്കേ. ഇറങ്ങ, പോ, ചെന്ന് വാങ്ങിക്കേ. ഓഹ്, എന്നാ നിങ്ങളും കൂടി ഇറങ്ങുവാ. ഞാൻ ഇറങ്ങേണ്ട കാര്യമില്ല. നീ പോയി വാങ്ങിക്കൊണ്ട് വന്നാ മതി. ദുഷ്ടൻ എന്നെ വഴി ഇറക്കി വിട്ടിട്ട് പോയ പോക്ക് കണ്ടില്ലേ? ഇനിയിപ്പോ ഞാൻ എങ്ങനെ അമ്പലത്തിൽ പോവാ? എനിക്ക് മിഠായി വാങ്ങാൻ തോന്നിയ ഒരു സമയം. പോണ പോക്ക് കണ്ടില്ലേ? ദുഷ്ടൻ. ഇത് അവളല്ലേ? ചേട്ടാ ചേട്ടാ, ആ വണ്ടിയുടെ പുറകെ ഒന്ന് പോവോ? കേറിക്കോളൂ മാഡം. ഒന്ന് വേഗം പോണേ. ചേട്ടാ ഒന്ന് വേഗം പോ പ്ലീസ്. ആ കാറ് മിസ്സാവും, അതുകൊണ്ടാ. ഇതിനെന്താ ഒട്ടും സ്പീഡില്ലേ? ഇത് ഓട്ടോറിക്ഷയാണ് മാഡം. ഓട്ടോയ്ക്ക് എന്താ ഇത്ര സ്പീഡേ ഉള്ളോ? ഇതിന് ഇത്രയ്ക്ക് സ്പീഡേ ഉള്ളൂ മാഡം. അയ്യോ, ചേട്ടാ ഒന്ന് നിർത്തിക്കേ. മാഡം ഇനി എങ്ങോട്ട് പോകണം?
കൊണ്ട് കളഞ്ഞില്ലേ, ഇനിയിപ്പോ എങ്ങോട്ടാ പോണ്ടേന്ന്. വണ്ടി എടുക്ക്, നേരെ പൊക്കോ. ആ ശരി മാഡം. ചേട്ടാ ചേട്ടാ, ആ കാറിനടുത്തൊന്ന് നിർത്തിക്കേ. ചേട്ടാ ഇവിടെ നിർത്തിയേ. വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. വിഷമിക്കണ്ട. എന്റെ ഭഗവാന്, ഇത് ഏതായി മായക്കാരി? അപ്പൊ ദുർവാസാവിന്റെയും തപസ് ഇളകും. ഈശ്വര, എന്റെ ഭർത്താവ് പിഴച്ചുപോയി. ഇവളെ ഇന്ന് ഞാൻ പട്ടി ഒന്ന് വാഹില്ലരെ, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. തനിക്ക് വേറൊരു പെണ്ണുമായിട്ട് ടിങ്കോൾഫി അല്ലേ?
എറിഞ്ഞോടിച്ചേ. എല്ലാം കൂടി വാരി പുഴുങ്ങി തിന്നാൻ. ഇവക്കിത് എന്തു പറ്റി? രാവിലെ അമ്പലത്തിൽ പോയപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അതെ, ഞാനിന്ന് അവിടെ ചെന്നപ്പോ ദൈവം അമ്പലത്തിൽ നിന്ന് രാജിവെച്ചു. പകരം അമ്പലം നിന്നടം ഒരു സിനിമാ തിയേറ്റർ ആക്കാൻ വേണ്ടി ദൈവം ഉത്തരവിട്ടു. നിനക്കെന്താ ഉത്തരവ് കാണണോ? കാണണോ? നീ എന്താ പരസ്പര ബന്ധമില്ലാതെ പൊലമ്പുന്നത്? നിന്റെ കിളി പോയോ? കിളി ചത്തു. കൂട് ഞാൻ തല്ലി പൊട്ടിച്ചു. നിനക്കൊക്കെ എന്താ വേണം? ഇവക്ക് മുഴുവൻ ഭ്രാന്ത് തന്നെയാ. ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോകുന്നത് നല്ലത്. ഓഹോ, ആർക്കെന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോണ്ടേ? നിനക്കാണോ?